അടയ്ക്കണ എല്ലാ രസവും എല്ലാവരും നോക്കിച്ചിരിക്കൂ. ഇത് അടിപൊളിയായിട്ടോ. ശരി, വാശി പിടിക്കില്ല. ചെറിയ കുട്ടികൾ വരെ ഇത് പിടിക്കലു. ആ, ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടോ. അത് അടയ്ക്കാണ്ട് പോകുമ്പോൾ എന്റെ രസം. ജീവിതത്തിൽ ഇതുപോലെ ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോ ഓപ്പൺ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര രസകരമായ ഒരു പരിപാടിയാണ്. എന്റെ അടുത്തിരിക്കുന്നത് ഷെറിയാണ്. ഷെറിക്ക് ഇപ്പോൾ 6 പാക്ക് മസിൽസും കാണാൻ പറ്റും. ഷെറിയുടെ മുഖത്തും കൈകളിലും കാലുകളിലും എല്ലാം ഷെറി മസിൽ പിടിച്ചിരിക്കുകയാണ്. ചിരിക്കുന്നുണ്ടെങ്കിലും ഷെറി എടുത്ത പ്രശ്നമുണ്ട്. അപ്പുറത്ത് അതിലാണ് നിൽക്കുന്നത്. അതിൽ വളരെ കൗതുകമാണ്. അതിന്റെ അപ്പുറം ശ്രീജിൻ എക്സ്പീരിയൻസ്ഡാണ്. അതിനപ്പുറം അമലാണ്. ദേശായനി ചേച്ചി ഇരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ശ്രീകുട്ടി ഹായ് പറഞ്ഞേ. ഹായ്. ആ, കുഞ്ഞ ശ്രീ ഹായ് പറയുന്നു. ആ, എന്നാലും എല്ലാം കാണാൻ പറ്റുള്ളൂ. ബാക്കിലുള്ളവരൊക്കെ അടച്ചിട്ടാണോ അവനെ? ആരും അടച്ചല്ല. വെരി ഗുഡ്. പിടിക്കണ വേണ്ട. റോഡിലൂടെ ഒരു വര വരച്ചു വെള്ളം പോവാൻ. ആ, ഇതിൽ കൂടെ മഞ്ഞ് വരുമ്പോ ഇവര് പോണേ അല്ലേ? ഇല്ല, ഈ വഴി കൂടെ അല്ല. ഇത് ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ഉണ്ടാവും. കുറെ വഴികൾ ഇത് കൂടെ ഉണ്ടാവും. ഒരു വഴി കാണിക്കും. പക്ഷെ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാനായിട്ട് റൈറ്റ് കൂടെ വലിയ വഴികളുണ്ടാവും. ആ പുല്ലൊക്കെ പിടിച്ച വഴികൾ തന്നെ ഇത് തന്നെ വഴി. മഞ്ഞ് വരുമ്പോ ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വരാം മഞ്ഞത്ത്. ഇഷ്ടമായാ? അതൊന്നും ഇഷ്ടമായില്ലടാ. അങ്ങനെയൊക്കെ പറഞ്ഞടാ. പശുവിന്റെ കാര്യത്തിൽ പണി അടിക്കണേക്കാടാ. സ്വിറ്റ്സർലൻഡിന്റെ മണിയാണ് പശുവിന്റെ കാര്യത്തിലുള്ള മണി. ആ, പശുവിന്റെ കഴുത്തിൽ നിന്നാണ് മണി ഇങ്ങനെ കേൾക്കണല്ലേ? എന്റെ അമ്മ ഇത്ര വലിയ മണി കേട്ടിട്ടാണേ. പജു, ഇതാ പജുവിന്റെ കഴുത്തിലെ മണിയാണ്. അടിയണിയാണ് കേൾക്കുന്നത്. സ്വിറ്റ്സർലൻഡിന്റെ സിമ്പലായ പശുമണി അടിയാണ് കേൾക്കുന്നത്. അത് അറ്റം വരത്തൂല്ലേ? അറ്റം വരത്തു. ഹലോ ഹലോ, നടക്കില്ല. പിടിച്ചോ. ആ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് അറിയാം. അടിക്കടെ കാറ്റുണ്ട്. ശരി, അവിടെ ചെല്ലുമ്പോ ഇറങ്ങിക്കോട്ടാ. ടിക്കറ്റ് എനിക്ക് പേടിയൊന്നുമില്ല. ആ തണവ് പേടിയോണ്ടൊരു ധൈര്യം. കഴുത്തിലടിച്ചു കഴിഞ്ഞാലേ കഴുത്ത് കണ്ടുപോകും. മറ്റേ ചെരുപ്പൊക്കെ നീ നിലത്ത് വീണാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതറിയില്ല. ഹൈ ഹീൽ ചെരുപ്പായിട്ട് ഓരോരുത്തർ ഇറങ്ങണേ. മുട്ടി വീട്ടിൽ ഞങ്ങള് കോണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഓരോ ചെരുപ്പിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ വലിയ കോണികളാണ്. വീട്ടില് ചെരുപ്പാടല്ലോ. ഇത് അവിടെ അടുക്കളയിൽ പൊക്ക കൂടുതലാ. അതുകൊണ്ട് പപ്പ വായിച്ചെടുക്കും. ഐസ് ഇവിടെ എടുക്കുന്നതാ അല്ലല്ലോ. ഈ വഴികളാ മോളിന്ന് വരുന്നത്. പഠിക്കണ വരാൻ പറ്റില്ല. ഞങ്ങൾ 5 ദിവസം തുറക്കാൻ പറ്റുമോ? അതിട്ട് ഞാൻ വീഡിയോ കറക്റ്റ് കിട്ടില്ല. വീഡിയോ കിട്ടുകയൊക്കെ ചെയ്യും. വേണ്ട അടച്ചു പിന്നെ തുറക്കാൻ പറ്റില്ല. എടീ കാറ്റ് നല്ലല്ലേ? നല്ല രസമല്ലേ? കാറ്റല്ല ഇത്. അടയ്ക്കണ്ട അടച്ചു കഴിഞ്ഞാൽ ഇരുണ്ടിരിക്കുള്ളൂ. ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ ഇതിന്റെ ഏറ്റവും മോളിന്നേ വെരി ബ്യൂട്ടിഫുൾ
ജൂഡി ഈ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വെറുതെ എളുപ്പത്തിൽ വന്ന് സംഭവിക്കുന്ന കാര്യമല്ല. 5 ദിവസത്തെ കോഴ്സ് പഠിച്ചിട്ട് ഞങ്ങള് 2 ദിവസം അതിന്റെ മുകളിൽ തന്നെ പഠിച്ചത്. കാരണം ഈ ഷൂവിന്റെ അടിയിൽ ഇടുന്ന ബാലൻസ് വേണം. അപ്പൊ അത് പഠിപ്പിച്ചതിന് ശേഷം വരാൻ പറ്റുള്ളൂ. പക്ഷെ അത്ര എക്സ്പേർട്ടുകൾക്ക് മാത്രം ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വരാൻ പറ്റുള്ളൂ. ഒത്തിരി ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. മറിഞ്ഞു വീണ് അവന്റെ പണി കഴിയും. ഇപ്പൊ ഞങ്ങള് 5 ദിവസത്തെ കോഴ്സ് പോയിട്ട് ചേട്ടൻ ഒരു മുകളിൽ നിന്ന് പോകുന്നു, ഞാൻ പകുതിയിൽ നിന്ന് ഞാൻ താഴേക്ക് വരാറുണ്ട്. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മഞ്ഞുണ്ടാക്കിയിട്ട് ശരി പറയുന്ന സാധനം ഐസുമക്കോടെ പോണ സംഭവം. ഇത് മോളിൽ നിന്ന് ഇഴകി വരുന്നതാ, അത് വേറെ. അവിടെ മോളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഷോപ്പിംഗ് മോളില് ഇത്രയും പൊക്കത്തിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സാധനത്തിലായിരിക്കും മുകളിലേക്ക് കയറ്റി കിട്ടും. എന്നിട്ട് അവിടെ എത്തിയിട്ട് അത് ഫുള്ള് അവിടെ മഞ്ഞാണ്. എന്ത് പിള്ളേർക്ക് കളിക്കാനായിട്ട് പിന്നെ പൊടിമഞ്ഞുണ്ട്. എല്ലാ തരം സ്വിറ്റ്സർലൻഡും അത് തന്നെ. സായിപ്പിന് അല്ല അവിടെ അറബികൾക്ക് കാശുണ്ടാകുമ്പോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി. ഏറ്റവും മുകളിലെത്തി. ഏറ്റവും മുകളിൽ പശുക്കൾ കണ്ടാ. ഇവിടുത്തെ എയർ എന്ന് പറഞ്ഞ ഏറ്റവും ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്ത എയറാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവരൊക്കെ ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ അവന്റെ അസുഖങ്ങളൊക്കെ നല്ല ക്ലീൻ ആവും. കഴിഞ്ഞില്ലേ ഇവിടത്തെ കഴിഞ്ഞോ? ഇനിയുണ്ടോ? ടാഷ്നു വേണം വേണം. നല്ല ഭംഗി കാണാൻ പറ്റില്ല. താഴേക്ക് പോകണ്ട. അതില് അത് പൊട്ടി വീഴാൻ പോണ സിമ്പിളാ. നോക്കിയടാ ഇത് പോണേക്ക് ചെറിയ പ്ലെയിൻ റോക്കറ്റ് പോണണ്ട. ചെറിയ പ്ലെയിനാണ്. ചെറിയ പ്ലെയിൻ പോണേന്റെ ഇതാണ് അത് കാണുന്നത്. റോക്കറ്റ് മോളിക്കാണ് പോകുന്നത്. ഒന്ന് ചാടിയാ എങ്ങനെ ഇരിക്കും? ഇവിടെ ചാടിയാ മതി, തലയൊക്കെ പൊട്ടും. തല പൊട്ടുള്ളൂ. ഇനി മുകളിൽ വെറുതെ കറങ്ങിയടിച്ച് പോരുള്ളൂ. അതവിടെ ഇറങ്ങും നമ്മള്. നോക്കട്ടെ ഇതിന്റെ മുകളിൽ നിന്ന് ഇല്ല ഇറങ്ങില്ല. നമ്മളിനി അവിടെ കൂടും, മുകളിൽ കൂടും. അവിടേക്ക് ഇനി നമുക്ക് നടക്കാനൊക്കെ പോയി അവിടെ ഈ പാരച്ചൂട്ടിൽ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, കണ്ടുപോകാം. ആ വഴിക്കൊക്കെ നടക്കാൻ പോയി മുകളിലേക്ക് എനിക്ക് ഇനി മുകളിലേക്ക് പോകാനായിട്ടോ. ഞാൻ അറിയണ പപ്പനോടാണ് കൈ പൊക്കി കാണിച്ച പപ്പൻ കൈ കാണിച്ചു. മഞ്ഞ കണ്ടാ? മഞ്ഞ എടുക്കണണ്ടാ? അറ്റത്ത് കണ്ടാ മലയിൽ മഞ്ഞ എടുക്കണണ്ടാ? പോയി കിടന്നുറങ്ങണ നമ്മുടെ ഏറ്റവും മുകളിലെത്തി. ഇവിടെ പാരച്ചൂട്ട് കാണാനില്ല, ആൾക്കാരൊക്കെ പോയി. അവര് പൊന്തിക്കുന്ന ആളുണ്ടെന്ന് മാറടിക്കട. ഞാൻ വിചാരിച്ചിട്ട് പോയത്. ഞാൻ ഇറങ്ങിയിട്ടില്ലേ, ബസ് നിർത്തേ ഇതോട്ട് കേളി. അയാൾ മനസ്സിലാക്കി, ആൾക്ക് മനസ്സിലായി.
ചോർത്തിരുന്നു. കുറെ ഫ്ലൈറ്റ് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ.